വെൽക്കം ടു കൺസെപ്റ്റ്സ്. ഇത് ഞാനിവിടെ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2005 കോൾ ഫോർ ചെയ്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, so first question is, point out the wrong statement. Barrier potential of a PN junction is a function of option A, diode design, option B, temperature, option C, forward bias, and option D, doping density. അപ്പോൾ നമുക്ക് ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയാലോ. എന്താണ് ഒരു PN ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെ ഫങ്ഷൻ ആയിരിക്കും? അത് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. ബാരിയർ പൊട്ടൻഷ്യലിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? V built in is equal to KT by Q ln NA ND by NI square. അതിൽ KT by Q എന്ന് പറയുന്നത് വോൾട്ടേജ് ഇക്വലൻ്റ് ഓഫ് ടെമ്പറേച്ചറാണ്. അതിൽ T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. അപ്പം നമുക്ക് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ND NA NI സ്ക്വയർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡോണർ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിൻ്റെ കോൺസെൻട്രേഷനും NI സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ? ഡോപ്പിംഗ് ഡെൻസിറ്റി, നമ്മൾ ഡോപ്പ് ചെയ്യുന്ന ഇതനുസരിച്ചാണല്ലോ ഈ ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ ഒരു PN ജംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡോപ്പിംഗ് ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ എയും സിയും ആണ്. ഇനി സി എന്താണ്? ഫോർവേഡ് ബയാസ് ആണ്. നമുക്കറിയാലോ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിങ് കണ്ടീഷനിൽ ബാരിയർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. നമ്മുടെ ഡിപ്ലീഷൻ വിഡ്ത്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ റിവേഴ്സ് ബയാസിൽ ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഡിപ്ലീഷൻ വിഡ്ത്തും ബാരിയർ പൊട്ടൻഷ്യലും റിലേറ്റഡ് ആണ്. അപ്പോൾ ഫോർവേഡ് ബയാസും അങ്ങനെ നമുക്ക് പറയാം, ഫോർവേഡ് ബയാസിനെയും ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ എ ഡയോഡ് ഡിസൈൻ ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് question number 2. The peak inverse voltage is the maximum reverse voltage that can be applied to a diode without. Peak inverse voltage എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിൽ അതിന് അക്രോസ് ആയിട്ട് മാക്സിമം എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ആ ഡയോഡ് കേടാവാതെ ഇരിക്കും എന്നുള്ളതിനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൽ കൂടുതൽ വോൾട്ടേജ് അതിൽ അക്രോസ് ആയിട്ട് നമ്മൾ ഡയോഡിന് അക്രോസ് ആയിട്ട് കൊടുത്താൽ അത് ഡിസ്ട്രോയ് ആയിപ്പോവും. അപ്പോൾ ഓപ്ഷൻ ബി ഡിസ്ട്രക്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് ദി മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു എ ഡയോഡ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. എ ക്ലിപ്പർ സർക്യൂട്ട് ഓൾവേസ്. എന്താണ് ഒരു ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്? ക്ലിപ്പർ സർക്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനെ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ ക്ലിപ്പർ സർക്യൂട്ട് ഓൾവേസ് നീഡ്സ് എ DC സോഴ്സ്. നോ, ഒരു DC സോഴ്സ് വേണമെന്നൊരു നിർബന്ധമില്ല. DC സോഴ്സ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു സിഗ്നലിനെ അതിൻ്റെ ലെവല് ഒന്നുകിൽ ഒരു സിഗ്നൽ കൊടുത്താൽ അതിൻ്റെ ലെവല് മേലോട്ടോ താഴോട്ടോ ആക്കാൻ വേണ്ടിയിട്ടാണ് DC സോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെന്താ ഓപ്ഷൻ ബി പറയുന്നത്? ക്ലിപ്സ് ബോത്ത് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, രണ്ട് ഹാഫ് സൈക്കിളും ക്ലിപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്താൽ മതി. അടുത്ത് ക്ലിപ്പ് അപ്പർ പോർഷൻ ഓഫ് ദി സിഗ്നൽ. ക്ലിപ്പർ സർക്യൂട്ട് എപ്പോഴും അപ്പർ പോർഷൻ തന്നെ ക്ലിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ക്ലിപ്പ് സം പാർട്ട് ഓഫ് ദി ഇൻപുട്ട് സിഗ്നലാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. ഏതെങ്കിലും ഒരു ഭാഗം ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടതല്ലേ. So next is question number 4. A capacitance of a varactor diode can be changed by. അപ്പോൾ varactor diode എന്താണ്? varactor diode സിമ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു varactor diode എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ട്
കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയോഡിനെയാണ് വാരക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കപ്പാസിറ്റൻസ് ഓഫ് എ വാരക്ടർ ഡയോഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദി ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതിലതിൻ്റെ അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. ഇൻക്രീസിങ് ഇറ്റ്സ് ഡോപ്പിംഗ് ലെവൽ, ചേഞ്ചിങ് ഇറ്റ്സ് ഫോർവേഡ് ബയസ്, ചേഞ്ചിങ് ദി ബാരിയർ പൊട്ടൻഷ്യൽ, ചേഞ്ചിങ് ദി റിവേഴ്സ് വോൾട്ടേജ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചോയ്സ് ഇല്ല. എൻ്റെ ഓപ്ഷൻ PSC കൊടുത്തേക്കുന്ന കീയിൽ ഇത് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഓപ്ഷൻ ആൻസർ എന്താണ്? Capacitance of a varactor diode can be changed just by changing the voltage across its terminals. Okay, അതാണ് എൻ്റെ വോൾട്ടേജ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ് ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഇസ് question number 5. The color of light emitted by an LED depends on. Okay, light emitted by LED എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? Forward bias, its reverse bias, the amount of forward current, the type of semiconductor material used. ഇതിൻ്റെ കറക്റ്റ് ചോയ്സ് ടൈപ്പ് ഓഫ് സെമികണ്ടക്ടർ മെറ്റീരിയൽ യൂസ്ഡ് ആണ്. ഫോർവേഡ് ബയസിനെയും റിവേഴ്സ് ബയസിനെയും അതിൻ്റെ ഫോർവേഡ് കറണ്ടിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഒരു LED ഗാലിയം ആർസനൈഡ് ആണോ, ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡ് ആണോ, അങ്ങനെ പല മെറ്റീരിയൽസ് കൊണ്ട് LED നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ മെറ്റീരിയലിനെയാണ്, ആ സെമികണ്ടക്ടർ മെറ്റീരിയലിനെയാണ് ലൈറ്റിൻ്റെ കളറ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് question number 6. The ripple factor of a bridge rectifier is. ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോർമുല എന്താണ് ശരിക്കും വരിക? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വോൾട്ടേജ് ഓഫ് RMS വാല്യൂ ഓഫ് ദി AC കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് DC കമ്പോണൻറ്റ്. അതായത് VAC ബൈ VDC ആണ് ശരിക്കും റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ട്രിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ അത് ചോയ്സ് 0.406, 0.312, 1.21 ആൻഡ് 1.11 ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ചോയ്സ് ഇല്ല. ശരിക്കുമുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.418 അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് 0.48 ആണ് കേട്ടോ. 0.418 അല്ല, 0.48 ആണ്. 0.48 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഇതിൽ ചോയ്സ് ഇല്ല. ഇതിൽ 1.21 പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറാണ്. ഇനി റിപ്പിൾ ഫാക്ടർ പറയുമ്പോൾ ഒരു കാര്യം പറയാം. എപ്പോഴും ഒരു ഫുൾ വേവ് റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ AC കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? VDC ആണ് കേട്ടോ. DC ആണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് AC കമ്പോണൻറ്റ് കുറവായിരിക്കും, DC കമ്പോണൻ്റ് ആയിരിക്കും അവിടെ കൂടുതൽ അല്ലേ? അപ്പോൾ എന്താണ്? എപ്പോഴും ഒരു ഫുൾ വേവ് റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോൾ അവിടെ AC കമ്പോണൻ്റാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഹാഫ് വേവ് റെക്ടിഫയറിന് 1.21 ആൻഡ് ഫുൾ വേവ് റെക്ടിഫയറിന് 0.482 ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി 1.11 എന്ന് പറഞ്ഞ ഫോം ഫാക്ടറാണ്. ഒക്കെ നമ്മൾ സർക്യൂട്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും. So next question is number 7. Improper biasing of a transistor circuit leads. Option A, excessive heat production at the collector terminal. Option B, distortion in the input signal, faulty location of local line, heavy loading of emitter terminal. ഇതിൽ ഡിസ്റ്റോഷൻ, ഔട്ട്പുട്ട് സിഗ്നൽ ഡിസ്റ്റോഷൻ ഉണ്ടാവും, അതുപോലെ എക്സസീവ് ഹീറ്റ് പ്രൊഡക്ഷനും ഉണ്ടാവും. അപ്പം ഓപ്ഷൻസ് ഒരു കൺഫ്യൂസിങ് ആയത് കാരണം ഇത് PSC ഈ ക്വസ്റ്റ്യൻ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 8. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഹാവ് മോർ മൊബിലിറ്റി ദാൻ ഹോൾസ് ബിക്കോസ് ദേ ആർ. ഓപ്ഷൻ എ ലൈറ്റർ, ഓപ്ഷൻ ബി experiences collision less frequently, option C have negative charge, option D needs less energy to move them.
അപ്പോൾ ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാലൻസ് ബാൻഡും ഉണ്ട് കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. വാലൻസ് ബാൻഡിൽ നിന്ന് കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ് ആണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ഹോൾസ് എന്ന് പറയുന്നത് എന്താണ്? അത് വാലൻസ് ബാൻഡിലുള്ളതാണ് അല്ലേ. അവിടെ നിന്ന് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ബാൻഡിലേക്ക് പോകുമ്പോൾ ആണ് ഒരു ഹോൾ ഉണ്ടാവുന്നത്. ആ ഹോൾ എവിടെയാണുള്ളത്? അത് ശരിക്കും വാലൻസ് ബാൻഡിൽ തന്നെയാണ് ഈ ഹോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോൾസ് എന്ന് പറഞ്ഞാൽ മോർ എന്താണ് അട്രാക്റ്റഡ് ടു ദി ന്യൂക്ലിയസ്. നോ, ഇറ്റ് ഹാസ് മോർ stronger എന്താ പറയുക അട്രാക്ഷൻ ടു ബൈ ദി ന്യൂക്ലിയസ്. സോ ഹോൾസിൻ്റെ മൊബിലിറ്റി കുറവായിരിക്കും. എന്നാൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ദി ന്യൂക്ലിയസ്, ഇറ്റ് ഈസ് ഓൺ ദി കണ്ടക്ഷൻ ബാൻഡ്. സോ ഇറ്റ് ഹാസ് എ ഹയർ എനർജി. അപ്പോൾ അതിന് കൂടുതൽ അതൊരു ഹയർ എനർജി ലെവലിലാണ്. അപ്പോൾ അത് കൂടുതൽ ഫ്രീ ആണ് ന്യൂക്ലിയസിൽ നിന്നും മൂവ് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ എളുപ്പമാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്. അപ്പോൾ എന്താണ് അതിൻ്റെ ശരിക്കുള്ള ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി, നീഡ്സ് ലെസ് എനർജി ടു മൂവ് ദം. കേട്ടോ, അതാണ് എൻ്റെ ചോയ്സ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ലൈറ്റർ അല്ല, എക്സ്പീരിയൻസസ് കൊളിഷൻ ലെസ് ഫ്രീക്വൻറ്റ് അതല്ല, ഹാവ് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺസിന്. അതുകൊണ്ടൊന്നും അല്ല മൊബിലിറ്റി കൂടുതലെന്ന് പറയുന്നത്. ഇറ്റ് നീഡ്സ് ലെസ് എനർജി ടു മൂവ് ദം. ഓക്കെ, next is question number 9. Leakage current of a semiconductor diode is caused by. അപ്പോൾ നമുക്കറിയാം ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസിൽ ഉണ്ടാവുന്ന ഒരു സ്മോളർ എമൗണ്ട് ഓഫ് കറണ്ട് അക്രോസ് ദി പൊട്ടൻഷ്യൽ ബാരിയറിനാണ് നമ്മൾ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് ഹീറ്റ് എനർജിയാണ്. Okay, leakage current of a semiconductor diode is caused by heat energy. Okay. So next is question number 10. In a single stage common base amplifier, a smaller load resistant RL produce. Common base amplifier lana load resistance RL. Common base amplifier എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതൊരു വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് RL കുറയുമ്പോൾ, സ്മോളർ ലോഡ് റെസിസ്റ്റൻസ് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. അപ്പോൾ എന്താണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ആണ് കുറയുക. ഓക്കെ, ഓപ്ഷൻ ബി ലോ വോൾട്ടേജ് ഗെയിൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ദി ആറ്റം ഓഫ് ജെർമേനിയം ക്രിസ്റ്റൽസ് ഫോംസ് ഡാഷ് ബോണ്ട്. ജെർമേനിയം എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടറാണ്. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ അകത്ത് എന്താണ് ക്രിസ്റ്റൽ, ഏത് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ആണെങ്കിലും അതിൻ്റെ ആറ്റംസ് എന്ത് ബോണ്ടാണ്? കോവാലൻ ബോണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ പ്യുവർ സെമി കണ്ടക്ടർ ഇസ് ഇലക്ട്രിക്കലി. ഒരു പ്യുവർ സെമി കണ്ടക്ടർ എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. പ്യുവർ സെമി കണ്ടക്ടർ ഇസ് ഇലക്ട്രിക്കലി കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, ന്യൂട്രൽ. ഓക്കെ, എൻ്റെ കറക്റ്റ് ചോയ്സ് ഓപ്ഷൻ ഡി ന്യൂട്രൽ ആണ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 13. ദി സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇൻ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ എ ചിപ്പ് കണ്ടെയ്ൻസ് ഡാഷ് ഗേറ്റ്സ്. നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട കാര്യമാണ്. സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചിപ്പിൽ 12 ഗേറ്റ്സ് ആണുള്ളത്. ഓക്കെ, next is question number 14. The unit of speed of a digital IC is expressed in terms of option A hertz, kilohertz, option C megahertz, and option D is gigahertz. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് ഓപ്ഷൻ സി മെഗാഹെഡ്സ് ആണ്. എപ്പോഴും നമ്മൾ സ്പീഡ് ഓഫ് എ ഡിജിറ്റൽ IC റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ മെഗാഹെഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അവർ TV സിസ്റ്റം വിച്ച് സിസ്റ്റം ഇസ് ബീയിങ് യൂസ്ഡ്? ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാലാണ്. NTSC CCAM ഒക്കെ NTSC യൂറോപ്യൻ കൺട്രീസിലാണ്. ആൻഡ് ഓക്കെ, CCAM അതുപോലെ തന്നെ ഓക്കെ നിസ്ക് ഒന്നുമല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പാലാണ്. നെക്സ്റ്റ് ഈസ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 16.
The maximum efficiency of a full wave rectifier can be. അത് നമുക്കറിയാം. മാക്സിമം എഫിഷ്യൻസി ഫുൾ വേവ് റെക്ടിഫയറിൻ്റെത് ഓപ്ഷൻ ബി 81.2% ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 40.6% ആണ്. ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, 81.2ൻ്റെ ഹാഫ് ആയിരിക്കും. 40.6% ആണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. Next is question number 17. In AC motor, the line frequency F, pair of poles P, the rotating speed in RPM N, the relation is given by. Okay, option A, F is equal to Pn, option B, P is equal to Fn, and option C, N is equal to Fp, option D, N is equal to P by F. ഓക്കെ, ഇതിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, പി എന്ന് വെച്ചാൽ പെയർ ഓഫ് പോൾസ് ആണ്, ആൻഡ് റൊട്ടേറ്റിംഗ് സ്പീഡ് ഇൻ ആർ പി എം ആണ് എൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ റൊട്ടേറ്റിംഗ് സ്പീഡ് ഇൻ ആർ പി എം എൻ ഇസ് ഈക്വൽ ടു എഫ് ബൈ പി ആണ്. ഓക്കെ, അതായത് പി പെയർ ഓഫ് പോൾസ് ആണ്, എൻ ആർ പി എമ്മിലാണെങ്കിൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോൾസ് ആണ് നമുക്ക് ആർ പി എം എന്ന് പറയുന്നത്, റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഞാൻ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് ബൈ എന്താണ് പി ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു എൻ. അപ്പോൾ ഇത് വരുന്ന ഇക്വേഷൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ എ, എഫ് ഇസ് ഈക്വൽ ടു പി എൻ. അപ്പോൾ അതാണ് എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18. അറ്റ് റെസൊണൻസ് ഇൻ പാരലൽ റെസൊണൻസ് സർക്യൂട്ട്, option A, XL equal to XC, option B, XL greater than XC, option C, XL less than SC, option D, none of the above. അപ്പോൾ അറ്റ് റെസൊണൻസിൽ എന്താണ്, ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിലാണെങ്കിൽ അറ്റ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡക്ടറിൻ്റെ ഇമ്പിഡൻസും കപ്പാസിറ്ററിൻ്റെ XL ഈക്വൽ ടു XC ആണ്. രണ്ടിൻ്റെ ഇമ്പിഡൻസ് സെയിം ആയിരിക്കും അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. FM ബ്രോഡ്കാസ്റ്റ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ FM ബ്രോഡ്കാസ്റ്റ് ബാൻഡ് എന്ന് വെച്ചാൽ എത്രയാ, 88 to 108 മെഗാ ഹെഡ്സ് ആണ്. അപ്പം റൈറ്റ് ആൻസർ, അപ്പോൾ റൈറ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ബി 88 മെഗാ ഹെഡ്സ് ടു 108 മെഗാ ഹെഡ്സ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 20. ബൈനറി ഈക്വലൻറ്റ് ഓഫ് 14 ഈസ്. നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. 14നെ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് 7, അപ്പോൾ 0 വരും. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അതിനേക്കാളും ഓപ്ഷൻ ആദ്യം നമ്മൾ ഈ ചോയ്സ് നോക്കുക. ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടുതൽ എടുത്തെന്ന് പറയാം. ചിലപ്പോൾ ഓപ്ഷൻസ് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. എന്താ ബൈനറി ഈക്വലൻ്റ് ഓഫ് 14 ആണ്. 14 എന്ന് പറയുമ്പോൾ എന്തായാലും 4 ഡിജിറ്റ്സ് വേണം. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ അല്ല. ഇനി നമുക്കറിയാം ഓപ്ഷൻ ഡി 1010 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ അതല്ല. 10 ആൻഡ് 1101 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും വരില്ല. കാരണം അവസാനത്തെ 1 എന്ന് പറയുന്നത് ഒരു ഈ ഓഡ് നമ്പറിനാണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് 1 ആവുള്ളൂ. അപ്പോൾ അത് വരില്ല. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി 1110 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ 14 ഡിവൈഡ് ബൈ 2 ചെയ്ത് സാധാരണ നമ്മൾ ബൈനറി ഈക്വലൻ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡിലും ചെയ്ത് നോക്കാം. പക്ഷെ അതിനേക്കാളും നമുക്കിത് ജസ്റ്റ് 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ കിട്ടും ചിലപ്പോൾ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 21. 1 പൈക്കോ ഈക്വൽ ടു. അപ്പോൾ 1 പൈക്കോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻⁹, 10⁻12, 10⁻6 and 10⁻3. അപ്പോൾ പൈക്കോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി 10⁻12 ആണ്. നമുക്ക് ബാക്കി ചോയ്സ് നോക്കാം. 10⁻9 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, നാനോ ആണ്. 10⁻6 എന്ന് വെച്ചാൽ മൈക്രോ, ആൻഡ് 10⁻3 ഈസ് മില്ലി. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 22. മെജോറിറ്റി ക്യാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി ക്യാരിയർ എന്താണ്, ഇലക്ട്രോൺസ് ആയിരിക്കും. പി ടൈപ്പ് ആണെങ്കിൽ ഹോൾസ് ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമ്പർ ബി, ഓപ്ഷൻ ബി ഇലക്ട്രോൺസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 23. ആൽഫ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ്. ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ. ബീറ്റ ആണെങ്കിൽ ഗ്രെറ്റർ ദാൻ 1 ആയിരിക്കും. ഓൾമോസ്റ്റ് 100ന് എബോവ് ആയിരിക്കാൻ അതിൻ്റെ
റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 50 to 150 വരെയൊക്കെ വേരി ചെയ്യും. അല്ല 300 വരെ വേരി ചെയ്യാം, എന്നാലും 1 എബോവ് ആയിരിക്കും ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ലെസ് ദാൻ 1 ആണ് എൻ്റെ റൈറ്റ് ആൻസർ. Next is question number 24. The best conductor of electricity is option A silver, option B copper, option C gold and option D aluminium. Okay, ഇതിൽ എപ്പോഴും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ സിൽവർ ആണ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 25. 1 milli henry equal to, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഒരു ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒരു ചോയ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10⁻³ ആണ്. ഇപ്പോൾ ഓപ്ഷൻ ബി 10⁻³ ആണ് ആൻസർ. ഇത്ര സിമ്പിൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ PSC ചോദിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് പഠിച്ചാലും അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് PSC വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 26. ദി യൂണിറ്റ് ഓഫ് പവർ റേഷ്യോ ഈസ്. അപ്പോൾ പവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അത് നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്, ഡെസിബെൽ ആണ്. ഓക്കെ, വോൾട്ട് അല്ല. വോൾട്ട് എന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ വേണ്ടിയിട്ടാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന് വേണ്ടിയിട്ടാണ്, റേഷ്യോ ഓഫ് പവറിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ DB ആണ്, ഓപ്ഷൻ സി DB ആണ് എൻ്റെ റൈറ്റ് ചോയ്സ് ആയിട്ട് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 27. മാഗ്നെട്രോൺ ട്യൂബ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓസിലേറ്റർ ഇൻ ദി ഫ്രീക്വൻസി റേഞ്ച് ഓഫ്. എൻ്റെ ചോയ്സ് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഇറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 28 എന്ന് പറഞ്ഞാൽ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ ദി ഫ്രീക്വൻസി റേഞ്ച് ഓഫ്. അപ്പോൾ സ്കൈ വേവ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രീക്വൻസി റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് ഹൈ ഫ്രീക്വൻസി. സ്കൈ വേവ് ഈസ് ഫോർ ഹൈ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ് ഇസ് question number 29. A voltmeter have the following input impedance. ഇപ്പോൾ ഒരു വോൾട്ട്മീറ്ററിന് എന്താണ് ഇൻപുട്ട് ഇമ്പിഡൻസ്, എപ്പോഴും ഹൈ ആയിരിക്കും അല്ലേ. വോൾട്ട്മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വോൾട്ടേജ് ആൻഡ് ഇറ്റ്സ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഷുഡ് ബി വെരി ഹൈ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലോഡിങ് ഇഫക്റ്റ് ഒക്കെ മെഷർമെൻറ്റിനെ ബാധിക്കാതിരിക്കുള്ളൂ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 30. In resistance color code, the silver band indicate a tolerance of. സിൽവർ ബാൻഡ് എന്താണ് ടോളറൻസ്, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ പോർഷൻസ് ഒക്കെ കവർ ചെയ്തതാണ്. ടോളറൻസ് ഇസ് 10% ആണ് അല്ലേ. 20% എന്ന് വെച്ചാൽ നോ കളറിൻ്റെ ടോളറൻസ് ആണ്, ആൻഡ് 5% ഇസ് ഫോർ ഗോൾഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 31. When frequency of an AC signal increases, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2πfc ആണ് എൻ്റെ ഫോർമുല വരിക. അതായത് 1/2πfc. എഫ് എന്ന് പറഞ്ഞാണ് ഫ്രീക്വൻസി വരിക. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഓൺ ദി ഡിനോമിനേറ്റർ. ദെയർഫോർ when frequency of an AC signal increases, its capacitive reactance should decrease. Option B decrease ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Next is question number 32. A piezoelectric quartz crystal, the factor is of the order. What is factor? Again, it's a wrong question, so let's skip it. Next is question number 33. PN junction act as a. PN junction എന്ന് പറഞ്ഞാൽ എന്താണ്, PN junction ആണ് ഡയോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു യൂണി ഡയറക്ഷണൽ സ്വിച്ച്, ഇറ്റ്സ് എ ബൈ ഡയറക്ഷണൽ സ്വിച്ച്, ഇറ്റ്സ് എ കൺട്രോൾ സ്വിച്ച്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ്, ഒരു PN ജംഗ്ഷൻ എപ്പോഴും ഒരു യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 34. A series resistance is connected in a Zener circuit to
ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. എ സീരീസ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ എ സെനർ സർക്യൂട്ട്. ഒരു സെനർ സർക്യൂട്ടിൽ നമ്മളെപ്പോഴും സീരീസ് റെസിസ്റ്റൻസ് RS കണക്ട് ചെയ്യുന്നു. എന്തിനാണ്? ആ സെനർ സർക്യൂട്ടിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവർ ബേൺ ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഓപ്ഷൻ സി പ്രൊട്ടക്റ്റ് സെനറാണ് ആൻസറായിട്ട് വരിക. ഇൻ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ, if the input frequency is 50 Hz, then the output frequency is, അതായത് ഒരു 50 ഹെഡ്സിലുള്ളൊരു സൈൻ വേവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫുൾ വേവ് റെക്ടിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇറ്റ് ഷുഡ് ബി പൾസസ് അല്ലേ. അപ്പോൾ അത് 50 ഹെഡ്സിൻ്റെ ഡബിൾ ആകും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് 100 ഹെഡ്സ് ആണ്. ഓപ്ഷൻ എ 100 ഹെഡ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ്? അതായത് ക്വസ്റ്റ്യൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, ഇഫ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി is 50 ഹെഡ്സ്, then the output frequency is also 50 ഹെഡ്സ്. ഓക്കെ. ദി നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയേഴ്സ് ഇൻ എ ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിൽ എത്ര ഡിപ്ലീഷൻ ലെയേഴ്സ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ NPN ആവാം, PNP ആവാം, BJT ആണെങ്കിൽ അല്ലേ. അപ്പോൾ NPN അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. 3 ലെയേഴ്സും 2 ജംഗ്ഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ഡിപ്ലീഷൻ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ ലെയേഴ്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി 2. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 37. The collector circuit in a transistor has, when used as an amplifier, ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കളക്ടർ സർക്യൂട്ടിൽ എന്താണ്? ഓപ്ഷൻ എ forward biased at all times, reverse biased at all times, and it is low resistance. ഓപ്ഷൻ ഡി none of the above. അപ്പോൾ ഒരു കളക്ടർ സർക്യൂട്ട് നമ്മളൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഷുഡ് ബി ഇൻ ആക്റ്റീവ് റീജിയനോ. അപ്പോൾ ഒരു ഇൻപുട്ട് എമിറ്റർ സർക്യൂട്ട് എപ്പോഴും ഫോർവേഡ് ബയസ് ആയിരിക്കണം, കളക്ടർ സർക്യൂട്ട് എപ്പോഴും റിവേഴ്സ് ബയസ് ആയിരിക്കണം. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഇറ്റ്സ് റിവേഴ്സ് ബയസ് അറ്റ് ഓൾ ടൈംസ്. Next is question number 38. The purpose of coupling capacitor in a transistor amplifier is to. Coupling capacitor എന്തിനാ യൂസ് ചെയ്യുന്നത്? It is to couple AC from one circuit to another, also to block DC. So the right answer is to pass AC and blocks DC. Option C. Okay. Next is question number 39. Operating point represents. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ DC ലോഡ് ലൈൻ വരച്ചിട്ട് അതിലൊരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റ് വെച്ചിട്ടാണ് ബയസിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് ഓക്കെ, ഇറ്റ് ഇസ് ക്യുസൻ പോയിന്റ് എന്നും പറയും. ക്യുസൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് 0 സിഗ്നൽ വാല്യൂസ് ഓഫ് IC ആൻഡ് VCE ആണ്. അതായത് നമ്മൾ ഒരു സിഗ്നലും കൊടുക്കാതെ ഉള്ള വിത്ത് നോ സിഗ്നൽ ഉള്ള വാല്യൂസ് ആണ് കറണ്ട്, ആ കളക്ടർ കറണ്ടിൻ്റെയും കളക്ടർ എമിറ്റർ വോൾട്ടേജിൻ്റെയും വാല്യൂവിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 0 സിഗ്നൽ വാല്യൂസ് ഓഫ് IC ആൻഡ് VCE ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. Next is question number 40. The purpose of emitter capacitor is to. emitter capacitor എന്ന് വെച്ചാൽ emitter റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് emitter capacitance CE എന്ന് പറയുന്നത്. അതെന്തിനാണ് കണക്ട് ചെയ്യുന്നത്? അത് ഫോർവേഡ് ബയാസ്ഡ് എമിറ്റർ അല്ല. ഓപ്ഷൻ ബി റെഡ്യൂസ് നോയ്സ് ഇൻ ദി ആംപ്ലിഫയർ അല്ല. ഓപ്ഷൻ സി അവോയ്ഡ് ഡ്രോപ്പ് ഇൻ വോൾട്ടേജ്. അതായത് അത് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു അവിടെ എന്താ ഫീഡ്ബാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടു അവോയ്ഡ് എ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ വോൾട്ടേജ്, ഫീഡ്ബാക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡ്രോപ്പ് വരും, വോൾട്ടേജ് ഗെയിൻ ഡ്രോപ്പ് ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കളക്ടർ, അതിന് നമ്മുടെ ബൈപ്പാസ് കപ്പാസിറ്റൻസ് എന്ന് പറയും. അതായത് വരുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് ഫാക്ടറിനെ നമ്മൾ അവിടെ ബൈപ്പാസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് ഇൻപുട്ടിലേക്ക് ഫെഡ് ആവുന്നില്ല. അങ്ങനെ ഫെഡ് ആവാതിരിക്കുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഗെയിനിൽ ഡ്രോപ്പ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് വെച്ചാൽ അവോയ്ഡ് ഡ്രോപ്പ് ഇൻ വോൾട്ടേജ് ഗെയിൻ ആണ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 41. ഇൻ പാരലൽ റെസൊണൻസ് there is
പവർ ആംപ്ലിഫിക്കേഷൻ, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, കറണ്ട് ആൻഡ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ, ഡി കറണ്ട് ആംപ്ലിഫിക്കേഷൻ. എന്താണ് വരിക? പാരലൽ റെസൊണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെങ്ങനെ ദിസ് ക്വസ്റ്റ്യൻ സ്ട്രോങ്. ഓക്കെ, PSC റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. Next is question number 42. The mode of propagation of FM signal. FM signal high frequency signals are very high frequency signals ആണ് FM signals എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് വേവ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. Next is question number 43. When negative feedback is used in amplifier, it results in. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല ഗെയിൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ. നെക്സ്റ്റ്, ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ഡിസ്റ്റോർഷൻ റെഡ്യൂസിങ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഡിസ്റ്റോർഷൻ ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. സ്റ്റേബിൾ ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രമേ സ്റ്റേബിൾ ഓപ്പറേഷൻ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി റെഡ്യൂസ്ഡ് ഡിസ്റ്റോർഷൻ ആണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 44. സൗണ്ട് ഈസ് ഇംപ്രസ്ഡ് ഓൺ എ ടേപ്പ് ബൈ. ഓക്കെ, സൗണ്ട് ഒരു ടേപ്പിൽ ഇംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റൈസിങ് ഏരിയ ഓൺ ദി ടേപ്പാണ്. നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തിട്ടാണ് സൗണ്ട് സിഗ്നൽ നമ്മൾ ആ ഒരു ടേപ്പിൽ ഇംപ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഇനി question number 45. The bandwidth of TV transmission in VHF band in India is, it is option D 7 megahertz ആണ്. നമ്മൾ TV ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാം. ബാൻഡ്വിഡ്ത്ത് ഓഫ് TV ട്രാൻസ്മിഷൻ ഇൻ VHF ബാൻഡ് ഇൻ ഇന്ത്യ എപ്പോഴും നമ്മുടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 7 മെഗാഹെർട്സ് ആണ് കേട്ടോ. വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് ആംപ്ലിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 46. ദി ബേസിക് മെറ്റീരിയൽ ഇൻ എൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിലെ ബേസിക് മെറ്റീരിയൽ എന്താണ്? കോപ്പർ ആണോ, സിലിക്കൺ ആണോ, ഗോൾഡ് ആണോ, പ്ലാറ്റിനം ആണോ? സിലിക്കൺ ആണ് ബേസിക് മെറ്റീരിയൽ ഓഫ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 47. The device which converts one form of energy into another is called transmitter ആണോ, ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്കണ്ടക്റ്റൻസ് ആൻഡ് ട്രാൻസ്കൺവേർട്ടർ. ഒരു ഡിവൈസ് ഏതെങ്കിലും ഒരു എനർജി ഫോമിനെ വേറൊരു എനർജി ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. സോ ദി ഓപ്ഷൻ ബി ട്രാൻസ്ഡ്യൂസർ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 48. The local oscillator of a broadcast receiver is tuned to a frequency higher than the incoming frequency. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇറ്റ്സ് ഹയർ ദാൻ ദി ഇൻകമിങ് ഫ്രീക്വൻസി. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്യുന്നത്, ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഹയർ ആക്കുന്നത്? ടു ഹെൽപ്പ് ഇൻ ദി ഇമേജ് ഫ്രീക്വൻസി റിജക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുക ഓപ്ഷൻ സി, ടു ഹെൽപ്പ് ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ വേണ്ടിയിട്ട്. Next is question number 49. The vertical synchronization pulse in TV occur after every frame ആണ് റൈറ്റ് ആൻസർ. ഫ്രെയിം ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓരോ ഫ്രെയിം കഴിയുമ്പോഴാണ് വെർട്ടിക്കൽ സിങ്ക്രണൈസിങ് പൾസ് നമ്മൾ ടി വിയിൽ കൊടുക്കുക. ഹൊറിസോണ്ടൽ സിങ്ക്രണൈസിങ് പൾസ് ആണെങ്കിൽ എല്ലാ സ്കാനിങ് ലൈൻ കഴിയുമ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ വെർട്ടിക്കൽ സിങ്ക്രണൈസിങ് പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആഫ്റ്റർ എവറി ഫ്രെയിം. Next is question number 50. The torque produced by an AC series motor is inversely option A inversely proportional to the armature, option B directly proportional to flux and armature current, option C directly proportional to flux, and option D inversely proportional to flux and armature current. ടോർക്ക് ഒരു എ സി സീരീസ് മോട്ടോറിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് എലോൺ. ഓക്കെ,
സോ ഓപ്ഷൻ സി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മളിന്ന് ഒരു PSC ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടിടാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് share this, subscribe this, and please press the bell button so that you can see more videos and you can get notifications, and please support me. Thank you.